ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുരിങ്ങക്ക വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി ഒരു മൺചട്ടിയിലേക്ക് 2 മുരിങ്ങക്കയുടെ പുറമേയുള്ള തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു 5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം മുരിങ്ങക്കായ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചിരകിയെടുത്ത 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള മുരിങ്ങക്കായ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് തന്നെ വെള്ളമെല്ലാം വറ്റിയിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ജാറിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. 1 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കറി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വറവിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തു. ചെറിയുള്ളി അരിഞ്ഞത് 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ കൊണ്ടുള്ള കറി തയ്യാറായി കഴിഞ്ഞു. നല്ല രുചിയാണ് ഈ കറിക്ക്. നമുക്കിത് ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.